വിത്തിൻ എ കോൾ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു വിളി കിട്ടി അതിൽ ജീവിക്കുന്നു, അതിനകത്ത് മറ്റൊരു വിളി കണ്ടെത്തുന്നു, അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളാണ് മദർ തെരേസ. 1946 സെപ്റ്റംബർ 10 ഡാർജിലിംഗിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ് മദർ തെരേസ പുറത്തേക്ക് കാണുന്നത്. അവിടെ തെരുവീതികളിൽ കുറേ മനുഷ്യരിങ്ങനെ അനാഥരായിട്ട് കിടക്കുന്നു, കുഷ്ഠരോഗികളായിട്ട് കിടക്കുന്നു, രോഗികളായിട്ട് കിടക്കുന്നു, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഒരു കോൺവെൻറ്റിലെ കന്യാസ്ത്രീക്ക് അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഇരിക്കാൻ പറ്റിയില്ല. മദർ തെരേസ ബേസിക്കലി ഒരു ടീച്ചറാണ്. ബേസിക്കലി കോൺവെൻറ്റിനകത്ത് ടീച്ചിങ് പ്രൊഫഷനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് അങ്ങനെ കോൺവെൻറ്റ് ജീവിച്ച ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അങ്ങനെ സൊഫിസ്റ്റിക്കേറ്റഡ് ജീവിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. കന്യാസ്ത്രീ ആയത് ഒരു കോളാണ്. പക്ഷേ ആ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ആ വിളിക്കുള്ളിൽ മറ്റൊരു വിളി അവൾ കണ്ടെത്തി. ആ വിളിയാണ് ഈ ഭൂമിക്ക് മദർ തെരേസയെ സമ്മാനിച്ചത്. 5 രൂപയും കൊണ്ട് തെരുവീതിയിലിറങ്ങി ക്രിസ്തുവിനെ കൈവിടാതെ അവൾ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാൻ ആഗ്രഹിച്ചു. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന വാക്കിന് കൃത്യമായൊരർത്ഥം അന്ന് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് അവളെ തേടി വന്ന പുരസ്കാരങ്ങളും ബഹുമതിയേക്കാളും ഒക്കെ ഉപരി സ്വർഗം അവളെ ആദരിച്ചു, സഭ അവളെ ആദരിച്ചു, വിശുദ്ധ മദർ തെരേസ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ ഒരു വിളിക്കുള്ളിലെ മറ്റൊരു വിളി കണ്ടെത്തുമ്പോൾ ഇവർ ചെയ്ത കാര്യം എന്താണ്? ആ കാര്യം വളരെ സിമ്പിളാണ്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നു. ഒരു വിളി കിട്ടി ആ കംഫർട്ട് സോണിൽ നന്നായിട്ട് പോകുന്നറിയുമ്പോൾ ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ഇനിയും പോകാനുണ്ട് എന്ന ചിന്തയിൽ ആ ഇടത്തിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാവും. അങ്ങനെ പുറത്തു വന്ന മറ്റൊരാളുണ്ട്. അതാണ് ഇന്ന് ഗോസ്പലിൽ കാണുന്നത്, പത്രോസ്. യേശുവിൻ്റെ ശിഷ്യന്മാർ മറുകരയിലേക്ക് പോവുകയാണ്. വഞ്ചിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കംഫർട്ട് സോണിലാണ്. മറുകര എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടമായിരിക്കാം. ഇങ്ങനെ മറുകരയിലേക്കുള്ള യാത്രയിൽ അവർ ദൂരെ നിന്ന് ക്രിസ്തുവിനെ കാണുന്നു, തെറ്റിദ്ധരിക്കുന്നുണ്ട് ഭൂതമാണെന്നും. പിന്നീട് അയാൾക്ക് മനസ്സിലായി ഇത്രയും നാൾ യേശുവിനോടൊപ്പം നടന്നിട്ടുണ്ട്, യേശുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ നടത്തത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റാരും നടക്കാത്തൊരു വഴിയിൽ കൂടി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തണം. അതിനുള്ള വഴി അയാൾ തിരഞ്ഞെടുക്കുന്നത് ഈ വെള്ളത്തിലേക്കുള്ള യാത്രയിലാണ്. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് യേശുവിൻ്റെ അടുത്തേക്ക് എത്തണം. അതാണ് കോൾ വിത്തിൻ എ കോൾ. അയാൾ കണ്ടെത്തിയ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക, ആ വള്ളത്തിൽ നിന്ന് പുറത്തു വരിക. സ്വാഭാവികമായിട്ടും ആ സമയത്ത് കൂടെ നിന്നവർ എന്ത് ചിന്തിച്ചിട്ടുണ്ടാകും? മണ്ടനെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, പൊട്ടനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ആർക്കാണ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റിയത്? കർത്താവ് നടന്നു വരുന്നു എന്നുള്ളത് വലിയ അത്ഭുതമുള്ള കാര്യമായിട്ട് അവർക്ക് തോന്നില്ല. കാരണം ഇതിന് മുമ്പ് ഒത്തിരി അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടുണ്ട്, കുറേ അടയാളങ്ങളും കണ്ടിട്ടുണ്ട്. അതിനകത്ത് അത്ഭുതപ്പെടാൻ അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ നമ്മുടെ കൂട്ടത്തിലൊരുത്തം വന്നിട്ട് പെട്ടെന്ന് ഞാൻ വെള്ളത്തിന് മുകളിൽ നടക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ മണ്ടത്തരമാണ്, ഒട്ടും പ്രാക്ടിക്കലല്ല. പ്രാക്ടിക്കലാത്തൊരു കാര്യം അയാൾ പറഞ്ഞപ്പോൾ കൂടെയുള്ളവർക്ക് മണ്ടനായിട്ട് തോന്നുമ്പോൾ അയാൾക്കതൊരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്ന വിളിയാണ്, കോൾ വിത്തിൻ എ കോളാണ്. അയാൾ അതിൽ നിന്ന് പുറത്തു വന്ന് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ വെള്ളത്തിന് മുകളിലൂടെ നടന്നു. നമ്മൾ ഓർക്കേണ്ടത്, പത്രോസ് നമുക്ക് എല്ലാവർക്കും ഒരു സാധ്യതയാണ്. നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിൽ വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കരുത്. ഇതിനപ്പുറത്തേക്ക് ഒരു യാത്ര കൂടിയുണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, 1 മൈൽ ദൂരം നടക്കാൻ പറഞ്ഞതിനോട് 2 മൈൽ ദൂരം നടക്കണമെന്ന്. കുറച്ചും കൂടി ചെയ്യുന്ന കാര്യത്തിൽ എക്സ്ട്രാ എഫേർട്ടാണ്, കുറച്ചും കൂടി ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയാണ്, കുറച്ചും കൂടി ചെയ്യുന്ന കാര്യത്തിൽ സ്നേഹമാണ്. എന്തിൻ്റെ പേരിൽ ഇത്രയും കാലം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനെയും ധൈര്യത്തെയും വിശ്വസ്തതയും സ്നേഹത്തെയൊക്കെ വിളിക്കേണ്ട പേരാണ് കോൾ വിത്തിൻ എ കോൾ. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം ഒരു കോളല്ല, കോൾ വിത്തിൻ എ കോളാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ചില രേഖാചിത്രങ്ങൾ വരച്ച് കടന്നു പോകാൻ പറ്റുകയുള്ളൂ. അവരെ ഈ ഭൂമി എല്ലാ കാലവും ഓർക്കും. അവർ വരച്ചു വെച്ച പാതയിൽ മറ്റാർക്കും നടക്കാൻ കഴിയാത്ത വിധം ഏറ്റവും ശ്രേഷ്ഠമായി അവർ നടന്നു പോകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.